ഹലോ ഗായ്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉന്നക്കായ ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഉന്നക്കായ കഴിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിത് മുന്നേ എന്തുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളതിൻ്റെ റിഗ്രറ്റ് എനിക്കിപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് പലർക്കും അറിയായിരിക്കും, എന്നറിയാത്തവരുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഉന്നക്കായുടെ റെസിപ്പിയാണ് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2 നേന്ത്രപ്പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിവിടെ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഞാൻ നല്ല ചൂടായതുകൊണ്ടാണ് സ്പൂൺ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ചിരകിയതും ഏലക്ക പൊടിയും പഞ്ചസാരയും കൂടെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവാണ്. ഇനി നാളികേരം ഏലക്കപ്പൊടിയും പഞ്ചസാരയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബാറ്റർ ഒന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് ഈ ഫില്ലിങ്സ് അതിലേക്ക് നിറച്ച് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉന്നക്കായയുടെ ഒറിജിനൽ ഷേപ്പിൽ തന്നെയാണ് ആക്കി കൊടുക്കുന്നത്. എന്നിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം കേട്ടോ. കണ്ടില്ലേ, നല്ലോണം എണ്ണ കുടിക്കാതെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ക്രിസ്പിനെസ് എന്ന് പറയാൻ പറ്റില്ല, ഉള്ളി നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഇട്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട്. ബൈ.